അവല് നനച്ചത് വെച്ചിട്ട് ഒരു സമോസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം അവല് കുട്ടികൾക്കത് ചെല്ലും ചെയ്യില്ല. അപ്പോൾ സമോസയുടെ ഷീറ്റ് ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ഗ്ലാസ് മൈദ, ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ, പിന്നെ ഒരു മുട്ട, ഇത് ചേർത്ത് നന്നായി നമ്മളിപ്പോൾ ചപ്പാത്തിക്ക് കുഴക്കണ പോലെ നല്ല പോലെ കുഴച്ചിട്ട് ഞാനൊരു അരമണിക്കൂർ മാറ്റി വെച്ചു. അതിന് ശേഷം ഇതേപോലെ നമ്മുടെ ചെറിയ പൂരിക്ക് എടുക്കണ പോലെ ചെറിയ ഒരു ബോളെടുത്തിട്ട് നമ്മളിങ്ങനെ പൂരി ഉണ്ടാക്കണ വലിപ്പത്തിൽ നമ്മളിങ്ങനെ ആക്കിയെടുത്തിട്ട് അതിൽ നമ്മുടെ അവല് വെച്ചിട്ട്, അവലിൽ നമ്മൾ സാധാരണ പഞ്ചസാരയും അതുപോലെ നാളികേരം ഇട്ടിട്ടുണ്ട്, കുറച്ച് ഏലക്കാപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇത്രയല്ലേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് കുട്ടികൾക്ക് അങ്ങനെയാകുമ്പോൾ ചെല്ലില്ല. ഇവിടെ അവലൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയാണ് അപ്പൂന്. ഇത് ചുമന്ന അവലാണ്, ഇതൊക്കെ ചെല്ലണത് നല്ലതാണ് കുട്ടികൾക്ക് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ വരുമ്പോഴേക്കും ഒരു സമോസ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അതിങ്ങനെ മൊരിച്ച പലഹാരങ്ങളാണ് കൂടുതൽ ഇഷ്ടം. ഇങ്ങനെ ചേർത്തിട്ട് അധികമൊക്കെ വെക്കുന്ന കാരണമാണ് ഈ പ്രശ്നം, നല്ല ഷേപ്പ് പോകണേട്ടാ. അവളി ചെല്ലാൻ വേണ്ടിയിട്ട് ഇത്തിരി അധികം വെച്ച് കൊടുക്കുന്നു. അപ്പോൾ എന്തായാലും നന്നായി വന്നിട്ടുണ്ട്. നമ്മുടെ ഇപ്പോൾ ഈ സമോസയുടെ ഷീറ്റൊക്കെ വാങ്ങിക്കാൻ കിട്ടില്ല, അപ്പം അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ ചെയ്താൽ മതി, നല്ല രസമായിട്ട് കിട്ടും. മുട്ടയൊക്കെ ചേർക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല ഓളയ്ക്കുണ്ട്, നല്ല രസമായിട്ട് വരും. അപ്പോൾ ഇതൊക്കെ അവരുടെയൊക്കെ ചെല്ലും ചെയ്യില്ല. അപ്പോൾ നല്ല മൊരിഞ്ഞപ്പോൾ അവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടാണ് സമോസ. അപ്പം ഈവനിങ് സ്നാക്കായിട്ട് ഇവിടെ സമോസയാണ്. സമോസയിൽ നമ്മൾ സാധാരണ വെക്കുന്നത് വേറെ അങ്ങനെയൊക്കെ വെക്കുമ്പോഴാണ് ഒന്നുകൂടി ടേസ്റ്റ് കിട്ടുക. പക്ഷേ ഇതാവുമ്പോൾ കുട്ടികൾക്ക് നല്ലതാണ്, നമുക്ക് തിന്നാനും രസമുണ്ടായിരുന്നു കേട്ടോ. സമോസ എന്ന് പെട്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കതൊന്നുമല്ല. ചിക്കൻ സമോസ, ബീഫ് സമോസ, അല്ലെങ്കിൽ സാധാരണ വെജിറ്റബിൾ സമോസയൊക്കെയാണ് നമ്മൾ ആലോചിക്കുക. പക്ഷേ എങ്ങനെ ഉണ്ടാക്കി നോക്കുമ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കുക, എളുപ്പമാണല്ലോ. അവലൊക്കെ എല്ലാവരും വീട്ടിലുണ്ടായിരുന്നു വിചാരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ മൊരിഞ്ഞ് കിട്ടുമ്പോൾ നല്ല രസമാണ്. നല്ല കട്ടൻ ചായക്കൊക്കെ നല്ല ടേസ്റ്റാണ്. എല്ലാം മൊരിഞ്ഞ സമോസ. എരിവാണ് കുറച്ചും കൂടി നല്ലത് എന്ന് ഞാൻ എപ്പോഴും പറയും, കാരണം എനിക്കത് ഇഷ്ടം. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഇങ്ങനെയും നല്ലതാണ്. അപ്പോൾ ഉണ്ടാക്കി ഞാനിപ്പോൾ ആ ഷീറ്റൊക്കെ ഉണ്ടാക്കി വെച്ച് തന്നെ വേഗം നമുക്ക് നിറച്ച് കണ്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടു. അധികമൊന്നും ഉണ്ടാക്കണ്ടല്ലോ. നല്ല സമോസ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല മൊരിഞ്ഞ സമോസ, ചായക്ക് നിറവാന്ന് കടിച്ച് കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സമോസ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇതാണിപ്പോൾ ഞാൻ ഉണ്ടാക്കി വെച്ച സമോസ ഉണ്ടാ. അപ്പോൾ നല്ല ടേസ്റ്റി സമോസയാണ് കേട്ടോ. കുട്ടികൾക്കാണെങ്കിൽ ഇതൊക്കെ ചെല്ലും ചെയ്തോളൂ. ഓക്കെ, ബൈ, സീ യു.